എല്ലാവർക്കും നമസ്കാരം. 2025 യൂറോ വില്ലേജിന്റെ ഒന്നിച്ച് ഓണമെന്ന ഓണാഘോഷം ഇവിടെ നമ്മൾ ആരംഭം കുറിക്കുകയാണ്. ഐതിഹ്യങ്ങൾക്കും മാനുഷിക മൂല്യങ്ങൾക്കും അപ്പുറം മലയാളി എന്ന ആ ഒറ്റ ഐഡന്റിറ്റിയിൽ, ഒറ്റ ലേബലിൽ ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ഓണം എന്ന രണ്ടക്ഷരം അവർക്ക് കഴിയാവുന്നത്ര നല്ല രീതിയിൽ ഏറ്റവും പ്രൗഢഗംഭീരമായിട്ട് എല്ലാ ഇല്ലായ്മകളിൽ നിന്നും മാക്സിമം ചെയ്യാവുന്ന രീതിയിൽ അവര് ആ ആഘോഷം അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യുന്നു. നമുക്കറിയാം, ചിങ്ങവും കന്നിയും കഴിഞ്ഞ് ഇന്ന് 1208 തുലാമാസം വിശാഖ നക്ഷത്രമാണ്. പക്ഷെ നമ്മൾ ഓണം ആഘോഷിക്കുന്നത് ഇന്ന് ഈ 6 മണിക്കൂർ നമ്മൾ ഈ രാവിലെ തൊട്ട് വൈകിട്ട് പ്രിയ സുഹൃത്തുക്കളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ 7ാമത്തെ തവണയാണ് നമ്മൾ മുടങ്ങാതെ ഓണം ആഘോഷിക്കുന്നത്. അത് കോവിഡിൻ്റെ സമയത്ത് മുടങ്ങിയതാണ്, അല്ലാതെ വേറെ ഒരു രീതിയിൽ നമ്മൾ മുടക്കിയിട്ടില്ല. എല്ലാ വർഷവും നമ്മൾ ഓണം ആഘോഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് 7ാമത്തെ തവണയാണ്. അപ്പോൾ ഈ വർഷം കുറച്ച് വൈകിപ്പോയി. നമ്മൾ സെപ്റ്റംബറിലാണ് സാധാരണ ആഘോഷിക്കാറുള്ളത്. നമ്മുടെ ഏറ്റവും പുതിയ മെമ്പറായിട്ടുള്ള ആരുഷ് അരുണിന് വേണ്ടി നമ്മളൊരല്പം കാത്തു നിന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ലണ്ടനിൽ നമ്മുടെ സ്പോൺസർ ഒക്ടോബറിൽ നമ്മൾ ഓണം ആഘോഷിക്കുകയാണ്. അപ്പോൾ ഈ പരിപാടിയിലേക്ക് നമുക്ക് ആരെയും വിശിഷ്ടാതിഥികളെ ഒന്നും നമുക്ക് സ്വാഗതം ചെയ്യാനില്ല. ഇത് നമ്മളുടെ കുടുംബമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും പരിപാടിയാണ്. എങ്കിലും ഷിനിയുടെ അച്ഛനും അമ്മയും ഈ വർഷത്തെ സ്പെഷ്യൽ ഗസ്റ്റുകളാണ്. അവർ രണ്ടുപേരെയും ഞാൻ ആദ്യം ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ എല്ലാ സുഹൃത്തുക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ആട്ടവും പാട്ടവും കളികളൊക്കെ ആയിട്ട് ഈ പരിപാടി കളറാക്കാൻ വേണ്ടി വെമ്പി നിൽക്കുന്ന നമ്മുടെ യുവതലമുറയിൽപ്പെട്ട താരങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് ഇവിടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവരെയും ഞാൻ ഈ ആഘോഷ കമ്മിറ്റിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഇപ്പം നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. ഫോട്ടോഗ്രാഫർ പറയുന്നതനുസരിച്ച് വിളക്ക് കൊടുക്കാവുന്നതാണ്. വിളക്ക് കൊളുത്തി നമ്മുടെ ഈ ഓണാഘോഷത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം കഴിഞ്ഞതായി അറിയിച്ചു കൊള്ളുന്നു. അപ്പോൾ നമ്മുടെ ഈ പരിപാടി ഈ സമയം മുതൽ അവസാനിക്കുന്ന നിമിഷം വരെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നായിരിക്കണമെന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട്, ഈശ്വരനോടും അള്ളാഹയോടും യേശുവിനോടും പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിടണം
സത്യം പറഞ്ഞിടാ ശക്തിയുണ്ടാവണം. ദൈവമേ കൈതൊഴാകെ കുമാരാവണം. പാവമായനെ നീ കാക്കുമാറാവണം. ബഹുമാനപ്പെട്ട യൂറോ വില്ലേജിൻ്റെ ഓണാഘോഷ സംഘാടക സമിതി പ്രവർത്തകരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി, കുഞ്ഞുങ്ങൾ, ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത് 2025 ഓണാഘോഷ പരിപാടിയാണ്. ഈ ഓണാഘോഷ പരിപാടി പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഓണാഘോഷം ഈ വർഷം കൂടിയവർ ഇവിടെ കാണും, കൂടാത്തവരും കാണും. എന്നിരുന്നാലും മലയാളികളുടെ ഒറ്റക്കെട്ടായ ഒരാഘോഷമാണ് ഓണാഘോഷം. അതിൻ്റെ അകത്ത് കക്ഷിയോ രാഷ്ട്രീയമോ മതമോ ഒന്നും ഇല്ലാതെ ആഘോഷിക്കുന്ന ഒന്നാണ് ഓണാഘോഷം. മലയാളികൾക്ക് ഓരോ ആഘോഷമേ ഉള്ളൂ, അത് ഓണാഘോഷമാണ്. ആ ഓണം വരുമ്പോൾ തന്നെ അതിൻ്റെ അത്തത്തിന് പോയിട്ട് 10 ദിവസത്തെ ഓണാഘോഷം മലയാളികൾ വളരെ ആചാരപൂർവ്വം കൊണ്ടാടുന്നുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ എല്ലാ മേഖലകളിലും ഓണാഘോഷ പരിപാടികളും അതുപോലെ തന്നെ കലാ കായിക മത്സരങ്ങളോടും കൂടിയാണ് ഈ ഓണാഘോഷം മലയാളികൾ കൊണ്ടാടുന്നത്. ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കും പോലെ അല്ല കേരളത്തിൽ എന്നും ഓണമാണ് എന്നുള്ളൊരു കാര്യം സത്യമാണ്. അതിൻ്റെ അകത്തൊരു പ്രധാന പങ്ക് വഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ മലയാളികളായ ലോകമെമ്പാടുമുള്ള വിദേശ മലയാളികൾ അതിൻ്റെ അകത്ത് ഒരുപാട് പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളിവിടെ വന്ന് കഷ്ടപ്പെട്ട് നിങ്ങൾ മിച്ചം പിടിക്കുന്ന ഓരോ രൂപയും നാട്ടിലേക്ക് 10,000 കണക്കിന് രൂപ അയച്ച് ആ നാടിൻ്റെ വളർച്ചയ്ക്കും ആ നാടിൻ്റെ സുഗമമായ പ്രവർത്തനത്തിനും വലിയൊരു പങ്ക് വഹിക്കുന്നവരാണ് വിദേശ മലയാളികൾ. അവരൊക്കെ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്ന ഒരു വിഭാഗമാണ്. കേരളത്തിൻ്റെ ഒട്ടുമിക്കാറും വളർച്ചയ്ക്ക് അത് ഉപകരിക്കുന്നുണ്ട്. എൻ്റെ കടമ ഇതിന് ആശംസ അറിയിക്കുന്നതിനാണ്. എനിക്ക് ഇവിടെ ആശംസ അറിയിക്കാൻ ഇവിടെ നല്ലൊരു ആശംസ അല്ലെങ്കിൽ സ്വാഗത പ്രസംഗം നടത്തിയ ടീച്ചറുണ്ട്. എന്നെ ഇവിടെ എല്ലാവർക്കും അറിയാവോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഞാൻ വന്നിട്ട് 24 ദിവസമായുള്ളൂ. ആ 24 ദിവസങ്ങളുടെ ഇടയ്ക്ക് കുറേ പേരെയൊക്കെ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എത്ര ദിവസം 3 മാസത്തേക്കുള്ളൊരു വിസിറ്റിംഗ് വിസയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ ഇത് കാലാവധി നീട്ടി കിട്ടിയ കുറച്ച് ഇനിയും ഈ ഓണാഘോഷത്തിന് മലയാളികൾ കൂട്ടായിട്ട് പ്രവർത്തിക്കുന്ന ആ ഒരു മനസ്സ് എപ്പോഴും അംഗീകരിക്കപ്പെടേണ്ടതാണ്. എൻ്റെ ആശംസ ഞാൻ ഒരുപാട് നീട്ടുന്നില്ല. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആളുകൾക്കും, എല്ലാ സംഘാടക സമിതി അംഗങ്ങൾക്കും, അതുപോലെ തന്നെ സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം ഒറ്റ വാക്കിൽ ആശംസ അറിയിക്കുന്നു. അതുപോലെ തന്നെ എന്നെ ഇവിടെ വന്ന് ഈ ഇത്രയും ദിവസം കൊണ്ട് ഇവിടെ വന്നൊരു അവസരം എനിക്ക് തന്ന, ഇതുപോലൊരു അവസരത്തിൽ എനിക്ക് പറയാനും ഇവിടെ നിൽക്കാനും ഒക്കെ അവസരം തന്ന ഇവിടുത്തെ സംഘാടക സമിതിയും ഇവിടുത്തെ നല്ലവരായ ആളുകളുടെയും എല്ലാവർക്കും നന്ദിയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കിൽ ആശംസ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നല്ലൊരു സംഘാടന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ചിങ്ങമാസത്തിലെ പൊൻപുലരിയിൽ മലയാളികളുടെ മനസ്സുകളിൽ പൂവണിയുന്ന ഒരു ആഘോഷമാണ് ഓണം. മലയാളികളായ നമ്മൾ എല്ലാവരും ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഒത്തൊരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. പ്രവാസികളായ നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒത്തൊരുമിച്ച് ബന്ധുമിത്രാദികളോടും സുഹൃത്തുക്കളോടും ഒരുമിച്ച് നാട്ടിലൊരു ഓണം ആഘോഷിക്കണമെന്നാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഇത് നടക്കാറില്ല. നമ്മുടെ കേരള സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന ഒരു കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഒത്തുകൂടൽ ഇപ്പോൾ അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തലമുറയ്ക്ക് ഇത് ഇപ്പോൾ കിട്ടുന്നുണ്ടോ എന്ന് ഒരു സംശയമാണ്. നമ്മളുടെ കുട്ടിക്കാലമൊക്കെ ഓർത്തു കഴിഞ്ഞാൽ നമ്മൾ ഓണപ്പരീക്ഷ കഴിഞ്ഞിട്ട് ഓണം ആഘോഷിക്കുന്നതും അത്തപ്പൂ ഇടുന്നതും എല്ലാം ബന്ധുമിത്രാദികളോ കൂടി ഓണം ആഘോഷിക്കുന്നതും എല്ലാം ഒരു ഓർമ്മകൾ മാത്രമാണ്. ഇപ്പോൾ നമ്മുടെ ഓണം ആഘോഷിക്കുന്ന ആ സമയത്താണ് നമ്മൾ ഈ സന്തോഷമൊക്കെയും അനുഭവിക്കുന്നത്.
നീതിയുടെയും സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും പ്രതീകമായ ഓണം ഗംഭീരമായും ഊർജ്ജസ്വലതയോടും കൂടി ആഘോഷിക്കുവാൻ നമ്മൾക്കെല്ലാവർക്കും ഞാൻ എൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു. ഈ വർഷത്തെ നമ്മുടെ യൂറോ വില്ലേജിൻ്റെ ഓണാഘോഷ പരിപാടിക്ക് എൻ്റെ എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. നന്ദി, ആശംസകൾ. ഓണാഘോഷമാണ് നാട്ടിൽ നടക്കാറ് നമ്മൾ. പക്ഷേ ഈ പ്രവാസ ലോകത്ത് നടക്കുന്നത് തീർച്ചയായിട്ടും മാവേലി നാടിന്റെ ഓരോ സ്മരണകളും അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഓണമാണ്. കാരണം ഇവിടെ ജാതിയില്ല, മതമില്ല, വർണ്ണം, വർഗം ഇതൊന്നുമില്ല. നമ്മൾ പ്രവാസികൾ എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങ് കാസർഗോഡ് ഡിസ്ട്രിക്ട് മുതൽ അങ്ങ് തിരുവനന്തപുരവും കന്യാകുമാരിയും വരെയുള്ള എല്ലാ മലയാളികളും ജാതി മതം ഒന്നും നോക്കാതെ ഒരുമയോടെ ഓണം എന്ന 2 അക്ഷരത്തിന്റെ എല്ലാ മൂല്യങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യുന്നു ഈ പ്രവാസ ലോകത്ത്. തീർച്ചയായിട്ടും ആ മാവേലി നാടിന്റെ ആ പൊരുൾ തീർച്ചയായിട്ടും നമ്മൾ കാണുന്നത് ഈ പ്രവാസ ലോകത്ത് തന്നെയാണ്. അടുത്തതായി നമുക്ക് വേണ്ടിയിട്ട് ഒരു ഓണപ്പാട്ടാണ്. ഓണപ്പാട്ട് പാടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട രമേശിന്റെയും മഞ്ജുവിന്റെയും പ്രിയ പുത്രി നില രമേശിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി കൂടി ഒത്തൊരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. Amen.
ഹലോ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും ഒരു ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഞാനത്ര ഇൻഫോർമലായിട്ടൊന്നും പറയുന്നില്ല. പിന്നെ എന്താ, എൻ്റെ അച്ഛനും അമ്മയും പണ്ടൊക്കെ ഭയങ്കരമായിട്ട് അവരുടെ നാട്ടിലെ ഓണത്തിന് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് പറയുമ്പോൾ എനിക്ക് ജലസാവുമായിരുന്നു. പക്ഷെ എൻ്റെ ഓണാഘോഷം നിങ്ങളോടൊത്തുള്ള ഓണാഘോഷങ്ങളാണ്. പണ്ട് തുടങ്ങിയുള്ള ഓണാഘോഷങ്ങളിൽ വളരെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉള്ള ഓണാഘോഷങ്ങളിൽ ആൾക്കാർ കൂടി വന്നു. എനിക്ക് പനിയുണ്ട്, പിന്നെ നാളെ കഴിഞ്ഞ എക്സാമുമാണ്. അതുകൊണ്ട് എന്നിട്ടും ഞാൻ വന്നു നിങ്ങളൊത്ത് ഓണാഘോഷിക്കാൻ. അതുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. சத்துன்னு அடிய போட்டு விட்டுருவேன். என்ன சண்டைக்கு கூட்டாவும் ஒன்னா பந்தயம் போட்டு நாம்பிய போல வந்தண்டி மன்னிப்பு கேட்டு அப்பையும் வீட்டுல கொட்டுக்க போறாங்கல்ல போலீஸ் கம்ப்ளைண்ட். முஞ்சா என்ன கூண்டுல நிப்பாட்டு நம்மளுக்கு இருக்கு சப்போர்ட். உன்னை
what are you doing, baby? Baby, 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 what are you doing, baby? Naatare pragan, baby, ninde vitarum pragan, baby. Baby, 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 what are you doing, baby? Baby, 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 what are you doing, baby? Naatare pragan, baby, ninde vitarum pragan, baby. Naatare pragan, ഈ പരിപാടിയുടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അരുണിന്റെ പേരും വീണ് പോയിരുന്നതാണ്. പ്രത്യേക ശ്രദ്ധിക്കാം. അനിലും ടീമും പരിശോധിക്കാവുന്നതാണ്. വളരെ നല്ലൊരു മത്സരമായിരുന്നു. Start!